ശ്രീജിത്ത്, ഗുഡ് ഈവനിങ്. ബഹ്റിനിലാണ് തുടങ്ങിയതല്ലേ മുഖ്യമന്ത്രിയുടെ പരിപാടി? നിങ്ങളുടെ ഒരു അനുഭവം എന്തായിരുന്നു? ആ പരിപാടിയിലേക്ക് ആളുകൾ എത്തിയത്, അവിടെ അദ്ദേഹം സംസാരിച്ച ഒന്ന് ചുരുക്കി ആ ഒരു അനുഭവം ഒന്ന് ഷെയർ ചെയ്യാമോ? തീർച്ചയായിട്ടും പ്രവാസ ലോകത്തിന്റെ ചരിത്രത്തിൽ വളരെ ആവേശഭരിതമായിട്ടുള്ള ഒരു അനുഭവമാണ് മുഖ്യമന്ത്രിയുടെ ഗൾഫ് നാടുകളിലേക്കുള്ള മലയാളി സമ്മേളനം പ്രവാസികൾക്കാകെ സമ്മാനിച്ചിട്ടുള്ളത്. ബഹ്റിലാണ് ഈ സമ്മേളനത്തിന്റെ തുടക്കം എന്നുള്ളത് കൊണ്ട് തന്നെ ഏറെ ശ്രദ്ധയോടുകൂടിയാണ് എല്ലാവരും ഈ സമ്മേളനത്തെ ശ്രദ്ധിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹിഷ്കരണ ആഹ്വാനങ്ങൾ പോലും ഉണ്ടായപ്പോഴും അതിനെയെല്ലാം അവഗണിച്ചുകൊണ്ട് പ്രവാസികൾ ഒന്നാകെ, അതായത് ഈ മലയാളി സംഘടനകൾ തന്നെ ചിലരൊക്കെ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തു, പക്ഷേ പ്രവാസികൾ അതെല്ലാം മറന്ന് അവരുടെ മുഖ്യമന്ത്രിയെ കാണാൻ എത്തിയെന്നാണോ? എല്ലാം മറന്ന് ഒറ്റ കൈയായി മുഖ്യമന്ത്രിയെ സ്വീകരിക്കുന്ന കാഴ്ചയാണ്. സംഘാടകർ പോലും പ്രതീക്ഷിക്കാത്ത ജനപ്രവാഹമാണ് ബഹ്റിൻ ഉൾപ്പെടെ ഉണ്ടായത്. അതായത് കേരളത്തിലാണോ ഈ പരിപാടി നടക്കുന്നതെന്നൊരു തോന്നൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അനുഭവമായിരുന്നു? പലപ്പോഴും ഞങ്ങളെ തന്നെ സംഘാടകരായിട്ടുള്ള ഞങ്ങളെ തന്നെ പല പ്രദേശങ്ങളിൽ നിന്നും ഇത് കേരളമാണോ എന്നുള്ള സംശയമാണ് സ്വാഭാവികമായിട്ടും ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ പ്രസംഗം തന്നെ 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രസംഗം ഒരു രാഷ്ട്രീയവുമല്ല പ്രസംഗിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും കേരളത്തിലെ 9 വർഷമായിട്ട് ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് പ്രവാസ മേഖലയിൽ ഇത്രമാത്രം കരുതൽ, ജനാധിപത്യപരമായിട്ട് ഞങ്ങളൊന്നും നിയമസഭാംഗങ്ങളും അല്ലെങ്കിൽ മറ്റാളുകളും അല്ലെങ്കിൽ പ്രവാസികളുടെ ശബ്ദം നമുക്ക് തീർച്ചയായിട്ടും അവിടെ എത്തിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് ലോക കേരള സഭ എന്നുള്ള ഒരു ആശയം പ്രാവർത്തികമാക്കി. അവിടെ എത്രമാത്രം ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന സ്ഥലത്താണ് ഈ പരിപാടി എന്ന് നിങ്ങൾ? ഏകദേശം 5000-ഓളം ആളുകൾ അതിന്റെ ഹാളിനകത്തും അതിന്റെ ഒരു 10,000-ത്തിനടുത്ത ആളുകൾ അതിന്റെ പുറത്തും അതിന്റെ LED സ്ക്രീൻ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ അതൊക്കെ തന്നെ ക്രമീകരിച്ചിട്ടുള്ളത്. വലിയ രൂപത്തിലുള്ള, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി അവിടുത്തെ ഭരണാധികാരികളുമായി നടത്തിയിട്ടുള്ള ചർച്ച, ഇന്ത്യൻ എംബസിയുടെ പൂർണ്ണമായിട്ടുള്ള അംബാസഡറുടെ പൂർണ്ണമായിട്ടുള്ള ഇപ്പോൾ സ്ക്രീനിൽ, ശരിയാണ്, ഇപ്പോൾ ശ്രീജിത്ത് പറഞ്ഞ പോലെ ഞങ്ങൾ ആ സ്ക്രീനിൽ നമ്മളിപ്പോൾ കാണുന്നു ആ ബഹ്റിനിലെ അന്നത്തെ ദൃശ്യങ്ങളാണ്. അന്നിങ്ങനെ ഏറെ സമയമെടുത്താണ് അദ്ദേഹത്തെ ആ വേദിത തുറന്ന ജീപ്പിലും മറ്റും അവിടേക്ക് കൊണ്ടുവരാൻ നിങ്ങളേറെ സംഘാടകർ ശ്രമിക്കുന്നുണ്ടായി. കാരണം വലിയൊരു പങ്കാളിത്തം ഉണ്ടായിരുന്നു. ആവേശകരമായിട്ടുള്ള അനുഭവമായിരുന്നു. റൈറ്റ്.